നല്ല കോൺഫിഡൻസോടെയാണ് എക്സാം ഹാളിൽ പോയത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. നമ്മുടെ വീക്ക് സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. പെട്ടെന്ന് ബ്രില്ലെന്ന് കേൾക്കുന്നു, അയ്യോ ഒത്തിരി പൈസ അതൊന്നും വിടണ്ട എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഞാൻ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ എന്ന് പറയുന്നത് 100% സ്കോളർഷിപ്പിൽ പഠിച്ച ഒരാളാണ് അവിടെ. അതേപോലെ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ OMR മാമിനെ ഹാൻഡിൽ ചെയ്തപ്പോഴത്തെ ഞാൻ നല്ലോണം വിഷമിച്ച് കരഞ്ഞു. ഒരിക്കലും ഇടുക്കിയിലെ ക്യാമ്പസിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ഒരിക്കൽ പോലും ഞാൻ വന്നതിന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. എല്ലാവരും സൈഡിൽ കൂടെ അങ്ങനെ പോയി കരഞ്ഞോടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കുന്ന് പോലത്തെ സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. അപ്പം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇത്തവണ എനിക്ക് ഡോക്ടർ ആവാൻ കഴിയും തോന്നുന്നില്ല എന്നതിന്. ഒബ്വിയസ്ലി എവിടെ ചോദിച്ചാലും +2 കഴിഞ്ഞ എൻട്രൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബ്രില്യൻ്റ് ആണ്. ഇടുക്കി ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അക്കാഡമിക് ബ്ലോക്കിലേക്ക് ടീം ബ്രില്യന്റ് എത്തുമ്പോൾ അതൊരു വെറും സന്ദർശനമായിരുന്നില്ല. ആ ഫസ്റ്റ് ഇയർ ലെക്ചർ ഹാളിൽ കാത്തിരുന്നത് ബ്രില്യന്റിന്റെ മഹാവിജയത്തിന്റെ കണക്കായിരുന്നു. ആകെ 100 MBBS സീറ്റുകൾ, അതിൽ 80 പേരും ബ്രില്യന്റിലെ വിദ്യാർത്ഥികൾ. ഒരേ ലെക്ചർ ഹാളിൽ ഒരേ സ്വപ്നവുമായി നടന്ന 80 ബ്രില്യന്റ് സ്റ്റുഡൻസ് ഒരുമിച്ചിരിക്കുന്നത് കാണുമ്പോൾ ലഭിക്കുന്ന ആ ഒരു പ്രൗഢി ഒന്ന് വേറെ തന്നെയാണ്. നീറ്റ് പരീക്ഷയുടെ കടമ്പകൾ അവർ എങ്ങനെ കടന്നുവെന്നും ലാസ്റ്റ് ടൈം പ്രിപ്പറേഷൻസും ഇടുക്കിയിലെ മനോഹരമായ അവരുടെ മെഡിക്കൽ കോളേജ് ലൈഫും നമുക്ക് ഫ്യൂച്ചർ ഡോക്ടേഴ്സിൽ നിന്ന് തന്നെ കേൾക്കാം. ഹായ് ഓൾ, നീറ്റ് 2026 ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു സമയം വിദ്യാർത്ഥികളെല്ലാവരും ആഗ്രഹിക്കുക വിജയിച്ചവരുടെ ആ ഒരു മെത്തേഡൊക്കെ എങ്ങനെയായിരുന്നു, അവരുടെ ടിപ്സ് ആൻഡ് ട്രിക്സ് ഒക്കെ ആയിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നമ്മോടൊപ്പം ഇടുക്കി മെഡിക്കൽ കോളേജിലെ മിടുക്കികളായ കുറച്ച് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇവരോട് ചോദിക്കാം, എങ്ങനെയാണ് നീറ്റ് 2025 എടുത്തു പറയണം. ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു, നീറ്റിൻ്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് എക്സാം ആയിരുന്നു. അതിൽ വിജയിച്ച് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടിയ മിടുക്കരായ വിദ്യാർത്ഥികളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഇവരെ ഒന്ന് പരിചയപ്പെടാം അല്ലേ? എല്ലാവരും ഒന്ന് പരിചയപ്പെടുത്തുമോ, നാടും പേരും ഒക്കെ? എൻ്റെ പേര് ദേവിക ബൈജു, വീട് കോഴിക്കോടാണ്. പാലയിൽ R2 ബാച്ചിലായിരുന്നു. ഓക്കെ. എൻ്റെ പേര് അനശ്വര, ഞാൻ മലപ്പുറത്തു നിന്നാണ്. ഞാൻ പഠിച്ചത് R31 ബാച്ചിലായിരുന്നു. ഓക്കെ. എൻ്റെ പേര് ഭവ്യ, ഞാൻ കൊല്ലത്തു നിന്നാണ്. ഞാൻ കൊല്ലം സെൻറ്ററിലെ M5 ബാച്ചിലാണ് പഠിച്ചത്. ഓക്കെ. എൻ്റെ പേര് അഭിജ്ഞ ഫ്ലൈ, ഞാൻ ഇടുക്കിയിൽ തന്നെയാണ് വരുന്നത്. ഞാൻ പാലായിൽ S21 ബാച്ചായിരുന്നു. എൻ്റെ പേര് ദേവനന്ദന, ഞാൻ ആലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഓൺലൈൻ ബാച്ചായിരുന്നു T14. ഓക്കെ. എൻ്റെ പേര് അയോണ, ഞാൻ കോട്ടയത്ത് നിന്നാണ് വരുന്നത്. R9 ബാച്ചായിരുന്നു പാലായിൽ. മകളെ, ഏറ്റവും ടഫസ്റ്റ് എക്സാം എന്ന് വിശേഷിപ്പിക്കപ്പെട്ട നീറ്റ് 2025 എഴുതിയവരാണ് നിങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല എക്സാം ഹാളിൽ നിങ്ങൾ പ്രതീക്ഷിച്ചല്ലേ, നിങ്ങളെ കാത്തിരുന്ന അങ്ങനെ ഒരു എക്സാം ആയിരുന്നു എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല. യെസ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എക്സാം ഹാളിലേക്ക് കയറുന്നു. എൻ്റെ ആദ്യത്തെ ചോദ്യം, എക്സാം ഹാളിനെ അഭിമുഖീകരിക്കാൻ നമ്മൾ എന്താണ് ഏറ്റവും പ്രധാനമായിട്ടും ചെയ്യേണ്ടത് നമ്മുടെ ഒരു ലാസ്റ്റ് ടൈം പ്രിപ്പറേഷനിൽ? അപ്പോൾ നീറ്റ് 2025 പറയുമ്പോൾ നമ്മൾ വളരെ അപ്രതീക്ഷിതമായിട്ടുള്ളൊരു എക്സാം ആയിരുന്നു. നമ്മൾ പഠിച്ച ടൈപ്പിലുള്ള ക്വസ്റ്റ്യൻസ് ആ ഒരു പാറ്റേണിലല്ലായിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. നല്ല കോൺഫിഡൻസോടെയാണ് എക്സാം ഹാളിൽ പോയത്. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവാത്തൊരു സിറ്റുവേഷൻ ആയിപ്പോയി. പക്ഷേ എന്നാലും മാക്സിമം ട്രൈ ചെയ്തു. ബ്രില്യൻ്റിൽ പഠിപ്പിച്ച ക്വസ്റ്റ്യൻസ് പലതരം മോഡലുകളിലെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്നാലും അധികം ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യില്ലായിരുന്നു. കാര്യം ഒരു JEE ആ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ആണ് വിചാരിച്ച് നമ്മൾ സ്കിപ്പ് ചെയ്യാറുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണത്തെ എക്സാം പാറ്റേൺ കണ്ടപ്പോഴാണ് കുറച്ചും കൂടെ ഒരു ഹൈ ലെവലിലെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു ഇമ്പോർട്ടൻസ് മനസ്സിലായത്. അപ്പം ഇനി നിങ്ങൾ കുറച്ച് ദിവസങ്ങൾ കൂടി ഉണ്ട് എക്സാമിന്. അപ്പോൾ ആ ഒരു ടൈമിൽ മാക്സിമം എത്രത്തോളം ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുമോ അത് ടഫ്നെസ് അധികം ഹൈ ലെവൽ പോവാതെ, പക്ഷേ നമ്മളൊരു നീറ്റ് കഴിഞ്ഞ വർഷത്തെ ആ ഒരു ലെവൽ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാക്സിമം ട്രൈ ചെയ്യുക. പിന്നെ ടെൻഷനൊന്നും അടിക്കേണ്ട, നമ്മളൊക്കെ ആ ഒരു ഫേസിലൂടെ കടന്നു പോയതാണ്. അപ്പം ആ ഒരു സമയത്ത് എക്സാം ഹാളിൽ മാക്സിമം ഒരു നല്ലൊരു കൂൾ മൈൻഡ് സെറ്റ് വെക്കുക. ആ ഒരു മൊമെൻറ്റിൽ എങ്ങനെയാണോ അതുപോലെ ഇരിക്കും എക്സാമിൻ്റെ ആ ഒരു എക്സാം എങ്ങനെയാണ് നമ്മൾ എഴുതുക എന്നുള്ളത്. സോ എല്ലാവരും കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. അപ്പം മോളെ, നീറ്റ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്നൊരു സമയത്ത്, ബ്രില്യൻ്റിലായിരുന്നൊരു സമയത്ത് മോൾക്ക് കുറച്ചൊക്കെ ഇതെനിക്ക് ടഫാണെന്ന് തോന്നിയ സബ്ജക്റ്റ് ഏതായിരുന്നു? കമ്പാരിറ്റീവ്ലി എനിക്ക് ഫിസിക്സ് ആയിരുന്നു കുറച്ച്
ഹാർഡായിട്ട് തോന്നിയത്. മാർക്ക് വരുമ്പോഴും കുറച്ച് കുറവ് ഫിസിക്സിൽ. പക്ഷേ ഫിസിക്സ് എനിക്ക് ചെയ്യാൻ ഇഷ്ടമായിരുന്നു. ഫിസിക്സ് ആ സബ്ജക്റ്റ് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ മാക്സിമം ക്വസ്റ്റ്യൻ ചെയ്യുക. എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ് ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ ഫോർമുലാസ് പ്രത്യേകം ശ്രദ്ധിക്കണം. ചില ക്വസ്റ്റ്യനൊക്കെ ഈസി ആയിട്ടുള്ള ഫോർമുലകൾ അത് സാർ പഠിപ്പിക്കുമ്പോൾ ക്ലാസ്സിൽ പറഞ്ഞു തരും. ലോങ് ക്വസ്റ്റ്യൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ഷോർട്ട് കട്ട് വഴി ചെയ്യാനുള്ള മെത്തേഡ്സ്. അപ്പോൾ അത്തരത്തിലുള്ള ഫോർമുലകളൊക്കെ നോക്കി വയ്ക്കുക. കാരണം ചില സമയത്ത് നമുക്ക് അറിയാവുന്ന ഫോർമുല അപ്പം വിചാരിച്ചാലും പിന്നെ ചിലപ്പോൾ മറന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഫോർമുലാസിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കണം. പിന്നെ കെമിസ്ട്രീനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ ലീസ്റ്റ് ഫേവറേറ്റ് സബ്ജക്റ്റ് ആയിരുന്നു കെമിസ്ട്രി. പഠിക്കാൻ എനിക്ക് അത്ര വലിയ താല്പര്യം ഇല്ലാത്തൊരു സബ്ജക്റ്റായിരുന്നു. പക്ഷേ എന്നാലും നമ്മുടെ വീക്ക് സബ്ജക്റ്റ് ഏതാണോ അത് നമ്മൾ പഠിച്ചുകൊണ്ടേ ഇരിക്കണം. ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് മാറ്റി വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇതിലില്ല. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് കൂടുതൽ വായിക്കുമായിരുന്നു. ഇനോർഗാനിക്കൊക്കെ ഇഷ്ടമല്ലെങ്കിലും പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുക, ക്വസ്റ്റ്യൻസ് ചെയ്യുക. പിന്നെ ബയോളജീൻ്റെ കാര്യമാണെങ്കിൽ ബയോളജി ഈസി ആണെന്ന് ചോദിച്ചിട്ട് ആരും തള്ളിക്കളയരുത്. ബയോളജി ആണ് എല്ലാം. നമ്മൾ വായിച്ചുകൊണ്ടേ ഇരിക്കണം. പിന്നെയും വായിക്കണം. ക്വസ്റ്റ്യൻസും ചെയ്യണം. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ഓരോ ലൈൻ ബൈ ലൈനായിട്ട്, കാരണം വളരെ ട്രിക്കി ആയിട്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് വരുന്നത്. ബയോളജിയാണ് ഏറ്റവും ഹൈ സ്കോറിംഗ് ആയിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിനനുസരിച്ച് ചെയ്താൽ മതി. ബാക്കിയൊക്കെ റെഡി ആയിക്കോളും. മോളെ, ഇപ്പോൾ നല്ലൊരു ശതമാനം വിദ്യാർത്ഥികളും ബെർലിനിലുള്ളതാവട്ടെ അല്ലെങ്കിൽ നീറ്റ് എഴുതുന്ന ഏതൊരു വിദ്യാർത്ഥിയും സ്വപ്നം കാണുന്നത് ഒരു ഗവൺമെൻറ് MBBS സീറ്റ് എന്നുള്ളതാണ്. അത് നേടിയ വിദ്യാർത്ഥികളാണ്. ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തി നിൽക്കുകയാണ്. എങ്ങനെയുണ്ട് ഒരു നീറ്റ് പ്രിപ്പറേഷൻ കാലഘട്ടവും MBBS ലൈഫും ഒന്ന് കമ്പയർ ചെയ്യുകയാണെങ്കിൽ? അപ്പോൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന ടൈമിൽ എല്ലാവർക്കും അത്യാവശ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇനി ഒരു കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. അതും കൂടെ കഴിഞ്ഞിട്ട് നിങ്ങൾ കോളേജിലോട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ എൻറ്റയർ സിനാരിയോ മാറാൻ പോവുകയാണ്. സോ കോളേജിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ നീറ്റ് റിപ്പീറ്റ് ചെയ്യുന്ന കണക്കേ ആയിരിക്കില്ല. നമുക്ക് പഠിക്കാൻ ആവശ്യത്തിന് കാണും, പക്ഷേ യു വോണ്ട് ഫീൽ ദാറ്റ് സ്ട്രെസ്. അപ്പോൾ ഇവിടെ വന്നതിന് ശേഷം നമുക്ക് പ്രോഗ്രാംസ് ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. കോളേജ് ലൈഫ് എന്ന് പറഞ്ഞാൽ എൻ്റയർലി ഡിഫറെൻറ്റ് ഫ്രം റിപ്പീറ്റിംഗ്. അപ്പോൾ അതിനെ പറ്റി ഓർത്ത് ആരും ടെൻഷനാണ്. ഇനി കുറച്ച് ടൈമും കൂടെ ഉള്ളൂ. കുറച്ചും കൂടെ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്തിട്ട് നമുക്ക് കുറച്ചും കൂടെ എഫേർട്ട് ഇട്ടിട്ട് ഒരു 1.5 month അപ്പോൾ അത്രയും കൂടെ ഉള്ളൂ. അപ്പോൾ അതുകൂടെ കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് റിയൽ നീറ്റ് എക്സാം ഫേസ് ചെയ്യാം. ആൻഡ് എക്സാമിനെ പറ്റി ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട. എക്സാം ഹോളിലോട്ട് കയറിയതിന് ശേഷം യു ഡോണ്ട് ഹാവ് ടു സ്ട്രെസ് എ ലോട്ട്. നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമ്മൾ പഠിച്ചത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ട് എഴുതാൻ നോക്കുക. ആൻഡ് കമ്മിങ് ടു ഞങ്ങളുടെ ക്യാമ്പസ് വരുമ്പോഴത്തേക്ക്, ഞാൻ ഒരിക്കലും ഇടുക്കി എന്ന ക്യാമ്പസിലേക്ക് വേണമെന്ന് ആഗ്രഹിച്ചൊരു വ്യക്തിയല്ല. പക്ഷേ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും പറഞ്ഞാൽ ഇടുക്കി മെഡിക്കൽ കോളേജ് ഒരിക്കൽ പോലും ഞാൻ വന്നതിന് റിഗ്രറ്റ് ചെയ്തിട്ടില്ല. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വരുമ്പോഴത്തേക്കാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റാണ്. എനിക്ക് ടഫായിട്ട് ഫസ്റ്റ് തോന്നിയ ഒരു സബ്ജക്റ്റാണ് അനാട്ടമി. പക്ഷേ ഞങ്ങളുടെ HOD ആണെങ്കിലും ദ എൻറ്റയർ അനാട്ടമി ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ലൈക്ക് ഓസം. ആൻഡ് എക്സാംസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒബ്വിയസ്ലി നമുക്ക് ഇഷ്ടംപോലെ എക്സാംസ് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും എന്തായാലും പഠിക്കും. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പ്രോഗ്രാംസും കാണും. സോ റിപ്പീറ്റിംഗ് ടൈം കണക്കല്ല. ആൻഡ് നമ്മുടെ സീനിയേഴ്സിനെ പറ്റി പറയുമ്പോഴത്തേക്കും 23 and 22 ബാച്ചുകാർ ഭയങ്കര ഹെൽപ്പിംഗ് ആണ്. ഒരു റാഗിങ് എന്ന് പറയുന്നത് നമ്മുടെ കോളേജിലില്ല. ബാക്കി കോളേജുകാരെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ കോളേജിൽ റാഗിങ്ങേ ഇല്ല. ഭയങ്കര ഫ്രണ്ട്ലിയാണ്. ക്യാമ്പസ് എല്ലാം അടിപൊളിയാണ്. അത്രയേ ഉള്ളൂ. അപ്പോൾ ഓൾ ദ ബെസ്റ്റ് ഫോർ ദ കമ്മിങ് സ്റ്റുഡൻസ്. ഓൾ ദ ബെസ്റ്റ് ഫോർ നീറ്റ് 2026. മകളെ, ബെർലിൻ ഫാമിലിയെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ ഒരു ക്യാമ്പസിലേക്ക് എത്തിയപ്പോൾ നിങ്ങളുടെ ഏത് ബാച്ച് എടുത്താലും അവിടുത്തെ 80% സ്റ്റുഡൻസും, അതായത് ഇടുക്കി മെഡിക്കൽ കോളേജിലെ 80% ഓഫ് സ്റ്റുഡൻസും ബെർലിൻ സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികളാണ്. ഇപ്പം മോളോട് ഞാൻ ചോദിക്കുകയാണ്, മോളുടെ ഈ ഒരു വാക്ക് കേൾക്കാൻ ഒരുപാട് വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഒക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു എൻട്രൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ എല്ലാവരും ബെർലിനിലേക്ക് കടന്നു വരുന്നു. ബെർലിനാണ് അവരുടെ ഒരു ഫസ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത്. മോളുടെ ലൈഫിൽ ബെർലിൻ്റെ എങ്ങനെയാണ് സ്വാധീനിച്ചത്? മോളുടെ ഈ ഒരു ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഒരു MBBS സീറ്റ് കരസ്ഥമാക്കിയതിലെ ബെർലിനുള്ളൊരു പ്രാധാന്യം എത്രത്തോളമാണ്? സത്യം പറഞ്ഞാൽ എനിക്ക് ചെറുപ്പം തൊട്ടേ ഡോക്ടർ ആവണമെന്നുള്ള ആഗ്രഹം ചെറുപ്പം തൊട്ടേ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ അതിനുള്ള പ്രിപ്പറേഷൻസ് ലൈക്ക് റെസിഡൻഷ്യൽ ബാച്ചിൽ ജോയിൻ ചെയ്യുമോ ലോങ് ടേം അങ്ങനെയൊന്നും ഇത് ചെയ്തിട്ടില്ല. ഞാൻ +2 കഴിഞ്ഞാണ് ഇതിനെപ്പറ്റി ഞാൻ ചിന്തിക്കുന്നതെന്ന് പറഞ്ഞാൽ ഓക്കെ ഞാൻ വിചാരിച്ചു +2 കഴിഞ്ഞ് എൻട്രൻസിന് പോവാം എന്നുള്ള ഒരിതായിരുന്നു. അപ്പം ഒബ്വിയസ്ലി എവിടെ ചോദിച്ചാലും +2 കഴിഞ്ഞ എൻട്രൻസ് എന്ന് പറയുന്നത് ഈക്വൽ ടു ബ്രില്യൻ്റ് ആണ്. അപ്പോൾ ഞാൻ അങ്ങനെ ബ്രില്യൻറ്റിലോട്ട് വരുന്നു. എനിക്ക് അതിന് മുന്നേ പറ്റി ഒന്നും അറിയില്ല എന്താണ് ഏതാണ്. കാരണം ഞാൻ 10th വരെ CBSE ആണ് പഠിച്ചത്. പക്ഷേ +1 +2 ഞാൻ സ്റ്റേറ്റ് സിലബസിലോട്ട് പോയി. അപ്പം ഒബ്വിയസ്ലി അറിയാമല്ലോ, നമ്മളതിന് മുന്നേ നീറ്റ് കോച്ചിങ്ങിൻ്റെ പ്രിപ്പറേഷൻ ഒന്നും എടുത്തില്ല എന്നുണ്ടെങ്കിൽ അത്ര ബേസ് ഒന്നും ഉണ്ടാവില്ല. അപ്പം അങ്ങനെയാണ് ഞാൻ ബ്രില്യൻറ്റിലോട്ട് എത്തുന്നത്. അപ്പം എനിക്ക് ബ്രില്യൻറ്റിൽ സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അതായത് +1 +2ൻ്റെ മാർക്കിനനുസരിച്ച് എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് മറ്റേ സ്റ്റഡീസിൻ്റെ ഇതിൽ 100% സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ഈ മോള് പറഞ്ഞൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. അതായത് നന്നായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ഫെസിലിറ്റീസും ഒരുക്കിക്കൊണ്ട്
100% ഫീസ് സൗജന്യമായി പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. അപ്പോൾ ബാക്കി മോളെ പറഞ്ഞു. എല്ലാവർക്കും ഈ ഒരു പ്രൊഫഷൻ എന്ന് പറയുമ്പോൾ ആദ്യം അവരുടെ മനസ്സിൽ പോകുന്ന അയ്യോ ഒത്തിരി പൈസ കൊടുത്ത് പഠിക്കണം അതെ. എന്നുള്ളൊരു കൺസെപ്റ്റാണ്. അതായത് ഇപ്പോൾ എൻട്രൻസിന് വിടണമെങ്കിലും അയ്യോ ഒത്തിരി പൈസ വേണം എന്നാൽ പിന്നെ പോവണ്ട എന്നുള്ളൊരു കൺസെപ്റ്റാണ്. പക്ഷേ ബ്രില്യൻ്റ് നന്നായി പഠിക്കുന്ന പിള്ളേർക്ക് അല്ലെങ്കിൽ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്കോളർഷിപ്പ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെന്ന് പറയുമ്പോഴത്തേക്കും അതെനിക്ക് തോന്നുന്നു അധികം അങ്ങനെ ആർക്കും അറിയില്ല. പെട്ടെന്ന് ബ്രില്യൻ്റ് കേൾക്കുന്നു അയ്യോ ഒത്തിരി പൈസ അതുകൊണ്ട് വിടണ്ട എന്നുള്ളൊരു മൈൻഡാണ്. പക്ഷേ ഞാൻ അതിനൊരു എക്സാമ്പിളാണ് ഞാൻ എന്ന് പറയുന്നത് 100% സ്കോളർഷിപ്പിൽ പഠിച്ച ഒരാളാണ് അവിടെ. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ബ്രില്യൻറ്റിലോട്ട് വരാം. നല്ല മാർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സ്കോളർഷിപ്പ് കിട്ടും. അപ്പോൾ ആ കാര്യം ഓർത്ത് നിങ്ങൾ ആരും പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ ഞാൻ +2 കഴിഞ്ഞ് ബ്രില്യൻറ്റിലോട്ട് വരികയാണ്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിന് മുന്നേ ക്രാഷ് പോലും ചെയ്തിട്ടുണ്ടായില്ല. അപ്പം അതിൻ്റേതായ കുറവുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ബ്രില്യൻറ്റ് വന്നിട്ട് ബേസ് തൊട്ടാണ് ഞാൻ പഠിച്ചെടുത്തത്. അതിന് ഞാൻ ബ്രില്യൻറ്റിലെ ഫാക്കൽറ്റീസ് പ്രൊഫസേഴ്സിനോട് എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് മതിയാവില്ല. കാരണം ഒരു പർട്ടിക്കുലർ ഫാക്കൽറ്റി എന്നുള്ളതല്ല, കുറേ പേര് സഹായിച്ചിട്ടുണ്ട് എനിക്ക് ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ റെഫറൻസിന് ഇരിക്കുന്ന ഒരാളായിരുന്നു. എന്ന് പറഞ്ഞാൽ ഞാൻ സ്കോളർഷിപ്പ് ഉള്ള കാരണം ഞാൻ മാരിഗോൾഡ് ഹോസ്റ്റലിലായിരുന്നു. അപ്പം ഞാൻ രാവിലെ 7 മണിക്ക് റെഫറൻസിന് ഇറങ്ങിയാൽ 10:30 കയറുള്ളൂ രാത്രിയിൽ. ഞങ്ങൾക്ക് മാരിഗോൾഡ് നൈറ്റ് റെഫറൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുൾ ടൈം ഞാൻ റെഫറൻസ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ പ്രൊഫസറിന് എടുത്ത് ചെല്ലും. അവർക്കൊരു മടിയില്ല. എന്ത് തരം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചിലർക്ക് പേടിയുണ്ടോ അയ്യോ ഞാൻ ഈ ഡൗട്ട് ചോദിച്ചാൽ പ്രശ്നമാവോ, അങ്ങനെ ഒന്നുമില്ല. അവർ ഭയങ്കര ഈസി അപ്രോച്ചബിളാണ്. എപ്പോൾ വേണേലും ചെല്ലാം, ഡൗട്ട് ക്ലിയർ ചെയ്ത് തരും. അതുകൊണ്ട് തന്നെ ബേസിൽ ഞാൻ ഇങ്ങനെ ബിൽഡ് ചെയ്തെടുക്കുമായിരുന്നു. അപ്പം പ്രൊഫസേഴ്സ് അവിടുത്തെ അടിപൊളിയാണ് ശരിക്കും. പിന്നെ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ അവിടുത്തെ ഡയറക്ടേഴ്സ് അവരാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പില്ലർ. അവരില്ലാണ്ട് ബ്രില്യൻ്റ് ഇല്ല. അപ്പോൾ അവരുടെ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ ക്ലാസ് ടീച്ചർ, പിന്നെ ഞങ്ങളുടെ കോർഡിനേറ്റേഴ്സ്, അവരെല്ലാവരും ഒത്തിരി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. കാരണം മോഡൽ എക്സാമിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ് ഞാൻ അത്യാവശ്യം. അപ്പോൾ ആ സമയത്തൊക്കെ കോർഡിനേറ്റർ ആയിട്ടുള്ള സാറുമാരും അതേപോലെ തന്നെ ക്ലാസ് ടീച്ചർ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ എൻ്റെ വാർഡന്മാരും അവരും നല്ലതായിരുന്നു. അതായത് നമുക്ക് ഇപ്പം മാർക്ക് കുറഞ്ഞാലും കുഴപ്പമില്ല, നമുക്ക് അടുത്ത പ്രാവശ്യം മേടിക്കാം എന്നുള്ളൊരു ഇതാണ്. അപ്പം എല്ലാം അടിപൊളിയായിരുന്നു ശരിക്കും. അപ്പോൾ ഈ ഒരു നീറ്റിൻ്റെ ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന ടൈം തന്നെയാണ് അല്ലേ. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ആ ഒരു സമയത്ത് നമുക്ക് വയ്യായിക ഒന്നും വരാതെ ഒത്തിരി ടെൻഷൻ അടിച്ചാലും ഒരുപാട് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവില്ലേ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങണം, എങ്ങനെ എത്രത്തോളമൊക്കെ പഠിക്കണം, ഹെൽത്തൊക്കെ നമ്മൾ എങ്ങനെ ആയിരിക്കണം ഓക്കെ ആക്കി വെക്കേണ്ട, മോൾക്ക് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ഏറ്റവും കൂടുതൽ സ്ട്രെസ് ഉള്ളൊരു ടൈമാണ് ലാസ്റ്റ് ടൈം എന്ന് പറയുന്നത്. കാരണം നമുക്ക് ഒന്നിനും ഒരു ടൈം കിട്ടാൻ സാധ്യത കുറവാണ്. ബിക്കോസ് മോഡൽ എക്സാംസ് ഒരുപാടുണ്ടാകും, പിന്നെ അതിൻ്റെ കറക്ഷൻസ് ചെയ്യണം. അപ്പോൾ അങ്ങനെ പിന്നെ നമുക്ക് റിവിഷൻ ചെയ്യണം, ഫോർമുലാസൊക്കെ ആണെങ്കിലും നോക്കണം, ബയോളജിയുടെ നോക്കണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒന്നിനൊന്നും സമയം തികയാതെ വരും. അപ്പോൾ നമ്മളത് അറേഞ്ച് ചെയ്ത് പോകണം. എസ്പെഷ്യലി ഇപ്പോൾ സ്ലീപ്പാണെങ്കിലും ഒരു 6 hours എങ്കിലും ഉറങ്ങണം. അതുപോലെ തന്നെ ഫുഡ് കഴിക്കണം. കാരണം ബ്രെയിനിന് അതിൻ്റേതായ ഫുഡ് കൊടുത്താൽ അത് വർക്ക് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇതൊന്നും ഇല്ലാണ്ട് നമുക്ക് വർക്ക് ചെയ്തുകൊണ്ടിരുന്നെന്നും പറഞ്ഞ് നമുക്കൊന്നും എക്സാം ഹാളിൽ കയറിക്കഴിഞ്ഞാൽ നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു രീതിയിൽ അറേഞ്ച് ചെയ്ത് പോകുക. ഇപ്പോൾ ഞാനാണെങ്കിലും ഞാൻ ഓൺലൈൻ ബാച്ചായിരുന്നു. അപ്പോൾ തേവരയിലായിരുന്നു എനിക്ക് എക്സാം സെൻറ്റേഴ്സ് ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഞാൻ പോയി എക്സാം എഴുതി വന്ന് അതിൻ്റെ അതിൻ്റെ കറക്ഷൻസ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 12 മണിയാവും. അപ്പോൾ അത് കഴിഞ്ഞ് ഉറങ്ങും. പിന്നെ വീണ്ടും ഒരു 6 മണിയാകുമ്പോൾ എണീക്കും. ലൈക്ക് 6 hours ഒരു സൈക്കിൾ വെച്ചിട്ടുണ്ട്. അത് എന്ത് വന്നാലും മാറ്റം കൊണ്ടുവരാറില്ല. നമ്മൾ ഈ ഒരു മോഡൽ എക്സാമിൻ്റെ ടൈമിൽ ബ്രില്യൻറ്റിലൊക്കെ ഉള്ള ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. ചെറിയ മാർക്കിൻ്റെ വേരിയേഷൻസ് ഒക്കെ വരുമ്പോൾ ചെറിയ സങ്കടമൊക്കെ അവർക്ക് വരാറുണ്ട്. ശരിക്കും നിങ്ങളെപ്പോലുള്ള ചേച്ചിമാരാണ് അവരെ വഴി നയിക്കേണ്ടത് അല്ലേ. ഇപ്പോൾ മാർക്ക് കുറഞ്ഞാലും മാർക്ക് നേടി മുന്നിലെത്തി ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ നേടാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസിനെ കുറിച്ച് മോൾക്ക് എന്താ പറയാനുള്ളത്? അപ്പം ഞാനും +2 കഴിഞ്ഞിട്ട് നേരിട്ട് ഇങ്ങോട്ട് വരിക ചെയ്തേ. അപ്പോൾ ഇതിനെക്കുറിച്ചൊരു ബേസും ഇല്ലായിരുന്നു. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ആദ്യം ഒന്നും അറിയത്തില്ലായിരുന്നു. ഐഡിയ ഇല്ല. ആദ്യമൊക്കെ മാർക്കൊക്കെ നല്ല കുറവായിരുന്നു. മോൾക്ക് മോഡൽ എക്സാമിന് കുറഞ്ഞൊരു മാർക്ക് പറയാമോ? മോഡൽ എക്സാമിന് എനിക്ക് 500 വരെ പോയിട്ടുണ്ട്. ഓക്കെ. അപ്പം 500 പോയപ്പോൾ ഭയങ്കര വിഷമമായിരുന്നു. അവസാനമായി അപ്പോഴത്തേക്കും 500 ആയിക്കഴിഞ്ഞപ്പോൾ നല്ല വിഷമമായി. പക്ഷേ എന്നാലും നമ്മുടെ കോർഡിനേറ്റേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടായിരുന്നു. അവർ പറയുമായിരുന്നു നമുക്ക് കയറി വരാൻ പറ്റുമെന്ന് പറയുമായിരുന്നു. അവസാനമൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും കയറി വരാൻ പറ്റുമെന്ന് പറഞ്ഞ ഒരു നല്ല മോട്ടിവേഷനായിരുന്നു. അപ്പം അങ്ങനെ ഇരുന്ന് പഠിച്ചു. അവരുടെ സപ്പോർട്ടാണ് ഏറ്റവും നന്നായിട്ട് കയറി വരാൻ പറ്റിയത്. ഓക്കെ. ആ പ്രോസസ്സിനെ നമ്മൾ ട്രസ്റ്റ് ചെയ്തു അല്ലേ. അവർ പറഞ്ഞ വാക്കിനെയും
മോൾ ചെയ്യുന്ന പ്രവൃത്തിയെ മോൾ വിശ്വസിച്ചു അല്ലേ? പറ്റുവരെന്ന് വിചാരിച്ചാണ്. അപ്പം അവസാനമായില്ലേ, അപ്പം ഒട്ടും കിട്ടിയായിരുന്നു വിചാരിച്ചിരുന്നേ. പക്ഷെ എന്നാലും നമുക്ക് അവരുടെ മോട്ടിവേഷൻ നമുക്ക് കയറി വരാൻ പറ്റി. പിന്നെ ഒത്തിരി ശ്രമിച്ചു. റിവിഷനൊക്കെ ആയാലും ഫിസിക്സൊക്കെ ആയാലും പിന്നെ കൂടുതൽ ഫോർമുലാസൊക്കെ ഉണ്ടാക്കി പഠിക്കാൻ തുടങ്ങി. അപ്പം ഇപ്പോൾ പയ്യെ കയറി വരാൻ തുടങ്ങി. പിന്നെ അവസാനമൊക്കെ ആയപ്പോഴത്തേക്കും 700 ഒക്കെ കിട്ടുമായിരുന്നു. അപ്പോൾ സന്തോഷമായി തുടങ്ങി. പിന്നെ നീറ്റിൻ്റെ ഹോളിലേക്ക് നല്ല കോൺഫിഡൻസോടെ പോയത്. പക്ഷേ പരീക്ഷയ്ക്ക് ടഫായിരുന്നു. എന്നാലും ഒന്നും തളർത്തിയില്ല. അവസാനമായപ്പോഴത്തേക്കും എല്ലാം മാർക്ക് മാറി വന്നു. ടഫായിരുന്നെങ്കിലും എല്ലാവർക്കും മാർക്ക് കുറവായിരുന്നു. അപ്പം നമുക്കിവിടെ എത്തി, ഗവൺമെൻറ് കോളേജ് തന്നെ കിട്ടി. അപ്പം സന്തോഷമായി. ഇപ്പോൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഉണ്ടായിരിക്കുന്നൊക്കെ നമ്മൾ ഈ സിനിമകളിലൊക്കെ കേട്ടിട്ടില്ലേ? ദുൽഖറൊക്കെ പറയുന്നൊരു ഡയലോഗ് എന്ന് പറഞ്ഞ പോലെ ബ്രില്യൻറ്റിലേക്ക് എത്തുക, അവിടുന്ന് നീറ്റ് ക്രാക്ക് ചെയ്ത് ഗവൺമെൻറ് MBBS സീറ്റ് കരസ്ഥമാക്കുക. നിങ്ങളുടെ ലൈഫിൽ ഒരു ലൈഫ് ചേഞ്ചിങ് മൊമെന്റ് ഇതല്ലായിരുന്നു? മോളുടെ മനസ്സിൽ വളരെ സ്ട്രൈക്കിംഗ് ആയിട്ട് നിൽക്കുന്ന എന്തെങ്കിലും ഒരു അനുഭവം നമുക്ക് പറയാനുണ്ടോ? അപ്പം നീറ്റ് എക്സാം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ ഇവിടെ വന്ന് നിൽക്കുകയാണ്. അപ്പം എൻ്റെ ഈ ഒരു നീറ്റ് ജേണി ഇത്രയും കാലത്തെ ഒരു ഇതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സപ്പോർട്ട് ചെയ്തത് എൻ്റെ പേരൻസാണ്. അപ്പം നീറ്റ് പഠിക്കുന്ന സമയത്തും ഒരു തവണ എനിക്ക് ഫസ്റ്റ് റാങ്ക് കിട്ടിയ സമയത്ത് ഫോൺ ടൈം കഴിഞ്ഞിരുന്നു. അപ്പോൾ എനിക്ക് വീട്ടിലേക്ക് വിളിച്ച് പറയണം ഫസ്റ്റ് റാങ്ക് ആണ്. അപ്പോൾ ഞാൻ അവിടെ വാർഡൻ്റെ കയ്യിലുള്ള ഫോൺ വാങ്ങിച്ച് വീട്ടിലേക്ക് വിളിച്ചു. അപ്പോൾ അച്ഛനെ വിളിച്ചത്. അപ്പോൾ അച്ഛനോട് പറഞ്ഞു ഫസ്റ്റ് റാങ്ക് ആണ് കിട്ടിയത്. അച്ഛന് ഭയങ്കര സന്തോഷമായി. അപ്പോൾ എന്നോട് പറഞ്ഞു, അച്ഛന് സന്തോഷം അച്ഛൻ പറഞ്ഞു. അപ്പോൾ മീൻസ് സൗണ്ടൊക്കെ അങ്ങനെ മാറുകയൊക്കെ ചെയ്തു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. പിന്നെ അങ്ങനെ തന്നെ മുന്നോട്ട് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. മീൻസ് ഓരോ മുഖത്തൊരു സന്തോഷം. അപ്പോൾ അത് വല്ലാണ്ട് ആഗ്രഹിച്ചിട്ടുണ്ട്. അതേപോലെ നീറ്റ് എക്സാം കഴിഞ്ഞപ്പോൾ ഞാൻ OMR മാമിനെ ഹാൻഡിൽ ചെയ്തപ്പോഴത്തെ ഞാൻ നല്ലോണം വിഷമിച്ച് കരഞ്ഞു. അപ്പം ഞങ്ങളെ റൂമിൽ ആ ക്ലാസ്സിലുള്ള എല്ലാവരും വിടാൻ കുറച്ച് ടൈം എടുത്തു. അപ്പോൾ ഞാനിങ്ങനെ ഹാളിൽ നിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് മീൻസ് ഞാൻ IIIT കോട്ടയം അവിടുന്ന് എക്സാം ചെയ്തത്. അപ്പം അവിടുന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് പെട്ടെന്ന് കണ്ടത് അച്ഛനെയാണ്. അപ്പം അച്ഛൻ അവിടുത്തെ ഗേറ്റിൽ നിന്ന് തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പം എല്ലാവരും സൈഡിൽ കൂടെ അങ്ങനെ പോയി കരഞ്ഞോടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ അവിടുത്തെ ഒരു കുന്ന് പോലത്തെ സ്ഥലമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങനെ ഓടി അച്ഛൻ്റെ അടുത്തേക്ക് പോയി. മീൻസ് അപ്പം തന്നെ അച്ഛനെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് ഇത്തവണ എനിക്ക് ഡോക്ടർ ആവാൻ കഴിയും തോന്നില്ല എന്നതിന്. അപ്പം തന്നെ അച്ഛൻ എന്നോട് പറഞ്ഞു, ഇല്ല ടെൻഷൻ അടിക്കണ്ട, എല്ലാം ശരിയായിക്കോന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് ഓക്കെ. പിന്നെ ഞാൻ കഴിഞ്ഞിട്ട് എൻ്റെ മാമിൻ്റെ അടുത്ത് പോയി, മിനി മാമും ഭയങ്കര സപ്പോർട്ടായിരുന്നു ആ ഒരു ജേണി മൊത്തം. അപ്പം മാമും കുറേ ആശ്വസിപ്പിച്ചു. പിന്നെ അമ്മ, അപ്പം ഞാൻ ഒരു വിഷമിക്കുന്ന എൻ്റെ അമ്മയും പെട്ടെന്ന് വിഷമിക്കും. അപ്പം അമ്മയോട് അങ്ങനെ അമ്മയും നല്ല വിഷമം ഉണ്ടായിരുന്നു. അപ്പം ഞാനും അമ്മയും ഒരുമിച്ചാണ് കിടന്ന് കരയുന്നത്. എന്നാലും അമ്മ മാക്സിമം അമ്മേൻ്റെ സപ്പോർട്ടും എനിക്ക് തന്നു. അപ്പം അവർ രണ്ടാളും പിന്നെ എൻ്റെ അനിയത്തി, എൻ്റെ ഫാമിലി എല്ലാവരും ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം എന്നും ഫോറെവർ അവർ ഗ്രേറ്റ്ഫുള്ളാണ്. അപ്പം ഇനി ഈ ഒരു MBBS ആയാലും നല്ലൊരു രീതിയിൽ കംപ്ലീറ്റ് ചെയ്ത് അവർക്കൊരു പ്രൗഡ് മൂമെൻറ്റ് ഉണ്ടാക്കി കൊടുക്കുന്ന ആഗ്രഹം. ഓക്കെ, ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മോൾക്ക് ഈ ഒരു ഇടുക്കി മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടി എന്നറിഞ്ഞപ്പോൾ ഉള്ള ആ ഒരു മൊമെൻറ്റിനെ കുറിച്ചൊന്ന് പറയാം. അത് പറഞ്ഞാൽ രാത്രിയായിരുന്നു അഡ്മിഷൻ്റെ ഇത് വന്നത്, എവിടെയാണ് കിട്ടിയെന്ന്. അപ്പോൾ ഞാനൊന്നും ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പം പെട്ടെന്ന് വന്ന സമയത്ത് ഞാൻ അപ്പം തന്നെ ഇതേപോലെ അച്ഛനെയും അമ്മേനെയും വിളിച്ച് എണീപ്പിച്ചു. പറഞ്ഞു ഇടുക്കിയിലാന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് കുറച്ചൊരു ഡെസ്പ് പോലെ ആയി. എന്നാലും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആണല്ലോ എന്നുള്ളൊരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ വന്നു, കുഴപ്പമില്ലാതായി. പിന്നെ ഇവിടെ എത്തിയപ്പോഴാണ് പിന്നെ ഫുൾ എല്ലാവരുമായിട്ട് സെറ്റായി. നല്ല ടീച്ചേഴ്സ്, ഫാക്കൽറ്റീസ്, റൂംമേറ്റ്സ്, ക്ലാസ്മേറ്റ്സ് എല്ലാം നല്ലപോലെ പോയി. അപ്പോൾ നല്ലൊരു ലൈഫ്. അപ്പോൾ നീറ്റ് 2026 തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലൂടെയൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ കടന്നു പോകുന്നുണ്ട്. ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ് ഇടുക്കിയിലെ ഈ മിടുക്കികൾ നിങ്ങളോട് പറഞ്ഞത്. അപ്പോൾ 2026 നീറ്റ് എക്സാം എഴുതാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഓൾ ദ ബെസ്റ്റ്. Brilliant Study Center, India's #1 coaching center for NEET and JEE.